തുടക്കം മുതൽ തന്നെ എല്ലാം പുതിയ രീതികളാണ് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് അധികാരത്തിൽ വന്ന ശേഷം നമ്മൾ കണ്ടത്. എല്ലാം ജനങ്ങൾ ഏറ്റെടുത്തു. സിനിമയിൽ നമ്മൾ കണ്ടതും അതുപോലെ ഒരു ഭരണം വേണം എന്നാഗ്രഹിച്ചതിൽ പലതും വിജയ് സർക്കാർ പ്രാവർത്തികമാക്കുകയാണ്. അത്തരത്തിലൊരു മാറ്റം കൊണ്ടുവരാൻ ഒരുങ്ങുകയാണ് തമിഴ്നാട് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സർക്കാർ സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആഴ്ചയിൽ ഒരിക്കൽ ചിക്കൻ ബിരിയാണി വിളമ്പാനുള്ള പദ്ധതി ആവിഷ്കരിക്കാൻ ഒരുങ്ങുകയാണ് തമിഴ്നാട്ടിലെ വിജയ് സർക്കാർ. സംസ്ഥാനത്തെ സർക്കാർ സ്കൂളുകളിലെ ഉച്ചഭക്ഷണ മെനു പരിഷ്കരിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ ഒരു പുതിയ ആലോചന. സർക്കാർ സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആഴ്ചയിൽ ഒരിക്കൽ ചിക്കൻ ബിരിയാണി വിളമ്പാനുള്ള പദ്ധതി തയ്യാറാക്കുന്നതായും റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചിട്ടുണ്ടെന്നുമാണ് വിദ്യാഭ്യാസ മന്ത്രി എ രാജ്മോഹൻ പറഞ്ഞത്. വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശം ആശയപരമായ ഘട്ടത്തിലാണെന്നും അന്തിമ തീരുമാനം എടുത്തിട്ടില്ലെന്നും ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. ഉച്ചഭക്ഷണം മെനു പരിഷ്കരണം സംബന്ധിച്ച നിർദ്ദേശം മുഖ്യമന്ത്രി അവലോകനം ചെയ്തു വരികയാണ്. സംസ്ഥാനത്തെ എല്ലാ കാലഘട്ടങ്ങളും സ്കൂൾ പോഷകാഹാര പരിപാടി അതിൻ്റെതായ രീതിയിൽ ശക്തിപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് രാജ്മോഹൻ പറഞ്ഞത്. ജസ്റ്റിസ് പാർട്ടി സംസ്ഥാനത്ത് സൗജന്യ ഭക്ഷണം അവതരിപ്പിച്ചു. കാമരാജ് അത് ഉച്ചഭക്ഷണ പദ്ധതിയായി വികസിപ്പിച്ചു. കരുണാനിധി സർക്കാർ ഭക്ഷണത്തിൽ മുട്ട ഉൾപ്പെടെയുള്ളവ ചേർത്ത് പരിഷ്കരണം കൊണ്ടുവന്നു. എം.ജി. രാമചന്ദ്രൻ സർക്കാർ പോഷക സമൃദ്ധമായ ഉച്ചഭക്ഷണ പദ്ധതിയാക്കി അതിനെ മാറ്റി. പിന്നീട് ജയലളിത സർക്കാർ ഭക്ഷണം കൂടുതൽ വിപുലീകരിച്ചു. അതുപോലെ ആഴ്ചയിൽ ഒരിക്കൽ വിദ്യാർത്ഥികൾക്ക് ചിക്കൻ ബിരിയാണി വിളമ്പാനുള്ള തന്റെ ആഗ്രഹം താൻ പ്രകടിപ്പിച്ചിരിക്കുകയാണ് എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി എ രാജ്മോഹൻ പറഞ്ഞതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രിയും സ്വാതന്ത്ര്യ സമര സേനാനിയുമായ കെ കാമരാജ് നടപ്പിലാക്കിയ ചരിത്ര പ്രസിദ്ധമായ പ്രഭാത ഭക്ഷണ പദ്ധതി മെനു പരിഷ്കരിക്കാൻ സർക്കാർ ശ്രമിക്കുന്നുണ്ടെന്നും രാജ്മോഹൻ പറയുകയുണ്ടായി. ഗോതമ്പ്, റവ, ഉപ്പുമാവ് തുടങ്ങിയ ആവർത്തിച്ചുള്ള ഭക്ഷണങ്ങൾക്ക് പകരം കൂടുതൽ പോഷക സമൃദ്ധവും ആകർഷകവുമായ ഓപ്ഷനുകൾ നൽകി. നിലവിലെ പ്രഭാത ഭക്ഷണ വിഹിതം ഒരു വിദ്യാർത്ഥിക്ക് ഏകദേശം 15 രൂപയാണ്. നിലവിൽ സ്കൂളിൽ വിളമ്പുന്ന ആഹാരത്തിന്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കാനും ചർച്ചയിൽ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അധ്യാപകരുടെ പ്രതിനിധികളുമായും വിദ്യാഭ്യാസ മന്ത്രി ചർച്ച നടത്തിയിട്ടുണ്ട്. സ്കൂളിലെ പ്രഭാത ഭക്ഷണവും ഉച്ചഭക്ഷണവും 12ാം ക്ലാസ് വരെ പഠിക്കുന്നവർക്ക് നൽകണമെന്നും അധ്യാപക സംഘടനകൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. നിർദ്ദേശം അംഗീകരിക്കപ്പെട്ടാൽ ആഴ്ചതോറും ചിക്കൻ ബിരിയാണി വിളമ്പും. ഇതോടെ സംസ്ഥാനത്തിന്റെ മുൻനിര പോഷകാഹാര പരിപാടിയിലെ ഏറ്റവും വലിയ മെനു മാറ്റങ്ങളിലൊന്നായി മാറുകയും ചെയ്യും. കുട്ടികളുടെ പോഷകാഹാരം, ഹാജർ, പഠന ഫലങ്ങൾ എന്നിവ മെച്ചപ്പെടുത്തുന്നതിന് സ്കൂൾ ഭക്ഷണം മെച്ചപ്പെടുത്തണമെന്നാണ് ആവശ്യമുയരുന്നത്.